Drop it. ഇത് കുരുവും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റി ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. നമ്മുടെ എല്ലാ പച്ചമുളകിൻ്റെയും ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് തരണം. ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് പച്ചമുളക് മുറിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ മുറിക്കാവുള്ളൂ. ഒരു പച്ചമുളക് നമ്മൾ 3 ആക്കി മുറിക്കണം. ആ ഒരു രീതി കഴിവതും മുറിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ ഒന്നും പോകാതെ അതിൻ്റെ അകത്ത് നിന്നോളും. അപ്പോൾ നമ്മൾ പച്ചമുളക് മുറിച്ചു. അത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുറിച്ച് നേരത്തെ വെച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഇതുപോലെ ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്ക് കത്തി കൊണ്ടൊന്ന് ചുരണ്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇഞ്ചി നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. നമ്മളിവിടെ ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഇഞ്ചി നമുക്ക് കട്ട് ചെയ്ത് ചതച്ചെടുക്കാം. അപ്പോൾ പറമ്പിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഇടികല്ലിൽ ഇട്ടെടുക്കുന്നത്. വീട്ടിലൊക്കെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മിക്സിയിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇഞ്ചി ഇങ്ങനെ നന്നായിട്ട് ചതച്ചെടുക്കണം. ചതച്ച ഇഞ്ചിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർക്കാം, കാരണം ഫ്ലേവറിനും അതിൻ്റെ ടേസ്റ്റൊക്കെ നിൽക്കാൻ വേണ്ടിയാണ് ഇഞ്ചി നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചിയെല്ലാം ചതച്ചെടുത്തു. ഇനി നമുക്ക് ആ ഇഞ്ചി ഈ സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇനി ഇതൊക്കെ നമുക്കിനി ചിക്കനിലേക്കൊന്ന് തേച്ച് കുളിപ്പിച്ചെടുക്കേണ്ട പരിപാടിയുണ്ട്. അപ്പോൾ അതിനി ചെയ്യേണ്ട എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചിയും മസാലയും കാര്യങ്ങളെല്ലാം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിടണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇറച്ചി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 കിലോ ഉള്ള കോഴിയാണ്. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടിയാണ്. ഇത് വീട്ടിൽ പൊടിച്ച മഞ്ഞളാണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. കാരണം മഞ്ഞൾപ്പൊടി ഇതിനുള്ളിലുള്ള വിഷാംശം എല്ലാം കളയുന്നതാണ്.
എന്നിട്ട് വേണ്ടത് മുളക് പൊടി ഏകദേശം ഒരു 1.5 സ്പൂൺ വേണം. ഇത് ചെറിയ സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂട്ടിയിടുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പിന് അളവ് പറയാനില്ലല്ലോ, അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയും കണ്ടുവിടുക. ഉപ്പിന് പ്രത്യേകിച്ച് അങ്ങനെ അളവ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഇനി വേണ്ടത് മല്ലിപ്പൊടി ഏകദേശം ഒരു 1/2 ടീസ്പൂണാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇനി വേണ്ടത് ചിക്കൻ മസാല ഇനി നമുക്ക് ഏകദേശം ഒരു സ്പൂൺ ആഡ് ചെയ്യാം. അവിടെ മസാല എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കണം. എന്നിട്ടാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സബോളയിൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഈ എല്ലാ ചിക്കൻ്റെ എല്ലാ സൈഡിലും ഇത് നന്നായിട്ട് പറ്റിപ്പിടിക്കണം. അപ്പോൾ ആ ഒരു രീതി നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് അടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലേ എല്ലായിടത്തും പറ്റിപ്പിടിക്കത്തുള്ളൂ. നമ്മൾ നേരത്തെ പറയാൻ മറന്നുപോയ കാര്യമാണ് കറിവേപ്പില. അത് നമുക്ക് ഏകദേശം ഒരു തണ്ടോളം ഇങ്ങനെ കയറാതിരിക്കാനും ഒക്കെ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇനി ഒരു 2 കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കിനി ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി ഇവിടെ നമ്മുടെ സ്റ്റൗ സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കിതുപോലെ കമ്പി വെച്ച് കൊടുക്കാം. ഇതുപോലെ 2 കമ്പി വെച്ച് കൊടുക്കാം. അതിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിനടി നമ്മളെല്ലാം വിറക് എല്ലാം വെക്കാം. എന്നിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്.
നമ്മളിവിടെ മണ്ണെണ്ണയെല്ലാം ഒഴിച്ച് നമ്മുടെ അടുപ്പൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാമ്പ് കൊണ്ട് കത്തിക്കാം. ഇനി ഒന്ന് കത്തിച്ചെടുക്കണം. ഇനി അടുപ്പൊന്ന് കത്തി വരുമ്പോഴത്തേന് നമ്മളിനി ആ മുള ഇറച്ചി ഇതിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അടുപ്പൊന്ന് കത്തി വെക്കും. അപ്പോൾ നമ്മുടെ തീ കത്തി വരുമ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ നമ്മൾ നിറച്ച് വെച്ച് മുളയെ നിറച്ച് വെച്ച് ഇറച്ചി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ 3 നമുക്ക് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ കൈയൊക്കെ പൊള്ളാതെ ശ്രദ്ധിക്കണം. ഒക്കെ ഏറ്റവും വലിയ വിഷയം. ഇതിൽ അടുപ്പിച്ച് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ തീ ഒന്ന് കത്തി റെഡി ആകുന്നവരെ നമുക്കിങ്ങനെ ഒന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് തിരിച്ച് കൊടുക്കാം. ഇങ്ങനെ ഈ കമ്പി വളച്ച് വെച്ചുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോഴത്തേനും 3 പതിയെ തിരിയും. ഇങ്ങനെ കറക്കി നമുക്ക് കൊടുക്കാൻ എളുപ്പമുണ്ട്. ആ ഒരു ഇതിലാണ് നമ്മൾ കമ്പി ഇങ്ങനെ വളച്ച് നമ്മൾ വെച്ചത്. അപ്പോൾ ഇതിനെ ഒന്ന് കത്തി റെഡിയായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ കാണാൻ പറ്റും നമ്മുടെ ഇറച്ചിയിലെ നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മളൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മുളയ്ക്കുള്ളിലാണ് നമ്മുടെ ഇറച്ചി ഇരിക്കുന്നത്. അതുകൊണ്ടിപ്പോൾ ചൂടായി വരണേ കുറച്ച് നേരം എടുക്കും. ഇപ്പോൾ ഇനിയൊരു 10 മിനിറ്റും കൂടെ വേവുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമുക്കൊരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബാംബു ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ നിന്ന് എടുത്ത് നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് എടുക്കാം. ഇവിടെ കൊണ്ട് നമ്മൾ ഇനി തണുക്കാൻ വെക്കണം. ഇനി ഇത് തണുത്ത് പറഞ്ഞാൽ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇനി എടുക്കും. ഇത് തണുക്കുന്ന വരെ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തണുത്ത് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇത് വെന്തോ ഇല്ലയോ എന്നായിരുന്നു. നമുക്കത് നേരെ തണുത്ത് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ തണുക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിനി ഇത് പൊട്ടിച്ചെടുക്കണം. ഏകദേശം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് പൊട്ടിച്ച് മൊത്തത്തിൽ എടുക്കണം. ഇങ്ങനെ പൊട്ടിച്ചെടുക്കലേ നടക്കത്തുള്ളൂ. ഇത് നന്നായിട്ട് തണുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് സമയമില്ല. ഇപ്പോൾ തന്നെ നേരം അധികം ഇരുട്ടി വരുന്നുണ്ട്. നമ്മൾ രാവിലെ തുടങ്ങിയ പണിയാണിത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് ഇതെടുക്കൽ ഇപ്പോൾ നടക്കത്തുള്ളൂ. ഒരു സൈഡ് ഓക്കെ ആടാ. അപ്പോൾ നമ്മുടെ ഒരു റോൾ ഓക്കെ ആയി കിട്ടി. നല്ല ചൂടുണ്ട്. അടുത്ത തിരിച്ചെടുക്കണം കുത്തിയെടുക്കും. അപ്പൊ നമുക്ക് പിന്നെടുക്കാം. തക്കാളി ഇതെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ എടുത്തു. ഇപ്പൊ മൂന്നാമത്തെ ഇനി എടുത്തു തീർക്കണം. നമ്മളവിടെ 3 ചിക്കനും എടുത്ത് തീർത്തേ. ഇനിയിപ്പോ നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തു. നമ്മുടെ ആ ബാംബു ചിക്കൻ്റെ ആ റോള് നമുക്ക് എടുത്ത് നേരെ പ്ലേറ്റിലേക്ക് വെക്കാം. ഇതിങ്ങനെ ഓരോ സൈഡായിട്ട് ഇങ്ങനെ തുറന്ന് കൊടുക്കാം. പിന്നെ ഇതിനുള്ളിലാണ് നമ്മുടെ ബാംബു ചിക്കൻ ഇരിക്കുന്നത്. നമുക്കത് ഇങ്ങനെ പൊളിച്ച് നമുക്ക് ആ ചിക്കനെ പുറത്തെടുക്കാം. നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല മണം വരുന്നുണ്ട്. എല്ലാം പശ പോലെ ആയല്ലോടാ. എല്ലാം ഒട്ടിപ്പിടിക്കുന്നു.
എത്ര ചൂടായി കാണുന്നില്ല. തുടക്കില്ല, ചൂടുണ്ട് കേട്ടോ. എനിക്ക് തുറക്കണ വെച്ച് മെനക്കെട്ട പരിപാടിയാണ്. നല്ല ചൂടല്ലേ, വേണ്ട. ഇതിൻ്റെ ഉള്ളിലാണ് ഏറ്റവും നല്ല ചൂടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുറന്ന് സാധനം എത്തി. ഇനി ഒരു തരും കൂടെ അതുപോലെ കീറി വിട്ടു തീയിലേക്ക്. അയ്യോ, അകത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല പുകയുന്നുണ്ട് ഇതിന്. ദേശീയതൊറ്റ അപ്പോൾ ഈ സൈഡ് നമ്മൾ എവിടെ വെച്ചാൽ നമ്മൾ കവർ ചെയ്തത്. ഇങ്ങനെ ചിക്കൻ തുറന്ന് നമുക്ക് നോക്കാം. ഒരു കവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ നൈസായിട്ട് പൊക്കിയിട്ട് ഇങ്ങനെ ഒന്ന് നോക്കാം. വാഹു, ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഫ്രഷായിട്ട് വെന്തിരിക്കുകയാണ്. ഈ ഒരു രീതിയാണ് നമ്മുടെ ബാംബു ചിക്കൻ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബാംബു ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ ബാംബു ചിക്കൻ ഒത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. വീട്ടുകാർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാം. പറമ്പിലെവിടെയൊക്കെ മുള കാണുമല്ലോ, വെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തുപോലെ നല്ല രീതിയിലാക്കി നമ്മുടെ ചിക്കൻ ഈ രീതിയിലാക്കി എടുക്കാം. പിന്നെ കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെയാണ്. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നന്നായിട്ട് ഒത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ട് പറയല്ല, സൂപ്പർ സാധനമാണ്. നമ്മൾ തേച്ച ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ടൊന്നുമല്ല, നമ്മൾ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്ന രീതിയാണ് വരുന്നത്. അതുകൊണ്ട് ചിക്കന്റെ നെയ്യെല്ലാം മാറി നിന്നിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. ചിക്കന്റെ ഇടയിൽ ഒരു വെറൈറ്റി ടേസ്റ്റ്, അതാണ് ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചത്. ഞാൻ അതുപോലെ തന്നെ ആയിട്ടുണ്ട്. നിനക്ക് വേണ്ടേ? കഴിച്ചത് എങ്ങനെയെന്ന് പറയടാ. സൂപ്പറാന്നാ പറഞ്ഞേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമന്റ് ചെയ്യാം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് നല്ല വീഡിയോസ് ആയിട്ട് ഇനി നമുക്ക് കാണാൻ പ്രതീക്ഷിക്കും. ക്യാമറ മച്ചാൻ മുതലോടൊപ്പം ഇറ്റ്സ് മീ അൻസിൽ സക്കീർ സൈനിങ് ഔട്ട്. നമ്മുടെ മിതുമ്പച്ചാനാണെങ്കിൽ കുറെ നേരമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ചിലപ്പോ ഓടിയായിരിക്കും. പുള്ളി കുറെ നേരമായി നോക്കുന്നു. എടാ വീരാതെ നോക്ക്. ഇനി അത് ജസ്റ്റ് പുറത്തേക്ക് എടുത്തു. പറ്റിയോളാ.